സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയം കൊണ്ടുപോവുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് ഹൃദയം കൊണ്ടുപോകുന്നത്. ഇത്തരം ദൗത്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ റിസ്ക് വളരെ വലുതാണ്, അതേസമയം അതിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യം ഉൾപ്പെടെ നമ്മൾ കാണുന്നു. കൊല്ലം ചിറക്കര സ്വദേശി ഷിബുവിൻ്റെ ഹൃദയമാണ് കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആ ദൗത്യത്തിന് തുടക്കമാകുന്നു. AK സ്റ്റെഫിൻ നമുക്ക് പോകുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോഴത്തെ ഘട്ടം ഏതാണ്? ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി ഈ ദൗത്യം? രതീഷ്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ശസ്ത്രക്രിയ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. അവിടെ ജിബിനാണ് നിൽക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ അവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും ജിബിൻ നൽകും. ഒപ്പം തന്നെ ഇപ്പോൾ എയർ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് ഗ്രൗണ്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു പ്രാഥമികമായ കാഴ്ചകൾ നമുക്ക് കാണാം. ആകാശത്തുകൂടി ഇങ്ങനെ എയർ ആംബുലൻസ് പറക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കാണാം, ഇത് മെഡിക്കൽ കോളേജിന്റെ ഗ്രൗണ്ടാണ്. ഏറ്റവും വലിയ പ്രത്യേകത, ഒരുപാട് രാജ്യാന്തര കളിക്കാരെ, പ്രത്യേകിച്ച് സഞ്ജു ഒക്കെ കളിച്ച ഗ്രൗണ്ടാണ്. അങ്ങനെ ഒരു ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഗ്രൗണ്ട് മറ്റൊരു ചരിത്രപരമായ നിമിഷത്തിന് കൂടി ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കാരണം ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് അത്യപൂർവമായ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായൊരു ഘട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുറച്ചുകൂടി താഴേക്ക് എയർ ആംബുലൻസ് ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ മെഡിക്കൽ കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് എയർ ആംബുലൻസ് എത്തും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ തൊട്ടടുത്ത് തന്നെ എയർ ആംബുലൻസ് കാണാം, അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. നേരത്തെ ഇങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ പറന്നിരുന്നു. ഇപ്പോൾ ഏതായാലും മെഡിക്കൽ കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക്, ആ ചരിത്രപരമായ നിമിഷത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. നേരത്തെ തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ പൊടിയൊക്കെ ഒന്ന് പറക്കാതിരിക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് പോകാത്തത്. ഇപ്പോൾ പൊടിയൊക്കെ പറക്കുന്നുണ്ട് എങ്കിൽ പോലും ഗുരുതരമായ ഒരു പ്രശ്നമില്ല. ആളുകളെയൊക്കെ കുറേ അകലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ചരിത്ര നിമിഷത്തിലേക്ക് നമ്മൾ തൊടുകയാണ്, കേരളം തൊടുകയാണ്. ഒരുപാട് ചരിത്രപരമായ പ്രത്യേകതകളുള്ള, അത്രയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിലേക്ക്, ആ ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ ഏതായാലും പുതിയൊരു കാൽവെപ്പ് തുടങ്ങുന്നത്. എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാണ്. പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. എയർ ആംബുലൻസ് അങ്ങനെ മെഡിക്കൽ കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് തൊട്ടു. ആ ചരിത്ര നിമിഷത്തിലേക്ക് തൊടുന്ന കാഴ്ചയാണ് നമുക്ക് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇതിന് ഏതാണ്ട് മീറ്ററുകൾ മാത്രം അകലെയാണ് ഇപ്പോൾ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും വാഹനത്തിൽ ഏതായാലും ആംബുലൻസിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം അവിടെ പൂർത്തിയായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഈ ആംബുലൻസ് സജ്ജമാക്കുക എന്നതാണ്. നേരത്തെ ഒരു തവണ ഇത്തരത്തിൽ ആംബുലൻസ് ഇവിടെ ഇറക്കുന്നത് വേണ്ടിയുള്ള പരീക്ഷണമൊക്കെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷം ഇവിടെ നിന്നും പോയി പിന്നാലെ ശസ്ത്രക്രിയ പൂർത്തിയായതോടുകൂടിയാണ് ആംബുലൻസ് വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. നമുക്ക് ഈ ഇടതുവശത്ത് കാണാം, അവിടെ നിന്നാണ് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് കടന്നു വരുന്നതിന് വേണ്ടി വഴി സുഗമമായി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആംബുലൻസിൽ ഹൃദയവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ 7 അവയവങ്ങളും, ഷിബുവിന്റെ 7 അവയവങ്ങളുമാണ് ദാനം ചെയ്യുക. അത് ആംബുലൻസിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ആ കാണുന്ന ആംബുലൻസിന്റെ ഡോറിലൂടെ ഡോക്ടർമാരും വിദഗ്ധ ആളുകളുമെല്ലാം തന്നെ അതിലേക്ക് കയറും. അതിനുശേഷം ഇവിടെ നിന്നും പറന്നുയരും എന്നുള്ളതാണ്. 7 അവയവങ്ങൾ അദ്ദേഹത്തിന്റെ ദാനം ചെയ്യുന്നുണ്ട്. ത്വക്ക് അടക്കമുള്ള കാര്യങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏറെ പ്രധാനപ്പെട്ടതാകുന്നു. കാരണം ചരിത്രത്തിലാദ്യമായി ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു ജനറൽ ആശുപത്രിയിൽ നടക്കുന്നു എന്നത് നമ്മുടെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. രതീഷ്, വലിയ നേട്ടമാണ്, ചരിത്രപരമായ ഒരു നിമിഷമാണ്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് തൊട്ട് പിന്നിലാണ്. അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അങ്ങനെ നേരിട്ട് അറിയാത്ത ആളുകളെ സംബന്ധിച്ചുള്ള വിവരം ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പിന്നിലാണ് ഈ വലിയ ഗ്രൗണ്ട് ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പിന്നിലായി SIT ആശുപത്രി ഉണ്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അമ്മയും കുഞ്ഞും ആശുപത്രികൾ ഒന്നാണ് SIT ആശുപത്രി. SIT ആശുപത്രിക്കും പിന്നിലാണ് ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ഉള്ളത്. അതിവിശാലമായ ഗ്രൗണ്ടാണ്. അതിന് ഒരു ഭാഗത്ത് റീജിയണൽ ക്യാൻസർ സെൻ്റർ ഉണ്ട്. റീജിയണൽ ക്യാൻസർ സെൻ്റർ എത്തുന്നതിന് തൊട്ട് മുമ്പ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്. രാജ്യത്ത് തന്നെ അഭിമാനമായ SIT, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര തിരുനാൾ, RCC ഉൾപ്പെടുന്ന ഒരു ആശുപത്രി സമുച്ചയമാണ്, ഒരു കോമ്പൗണ്ടാണ്. അവിടെയാണ് വലിയ അതിവിശാലമായ ഒരു ഗ്രൗണ്ടുള്ളത്. ആ ഗ്രൗണ്ടിൽ നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ നിരവധി ക്രിക്കറ്റ് താരങ്ങളെ വാർത്തെടുത്ത സ്ഥലമാണ്. സഞ്ജു, ബേസിൽ ഉൾപ്പെടെ എപ്പോൾ നമ്മൾ ചെന്നാലും അവിടെ എപ്പോഴും വളരെ സജീവമായൊരു സ്ഥലമാണ്. അത് പക്ഷേ ഒരു ജീവൻ രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ചിപ്സൻ്റെ ഹെലികോപ്റ്ററാണ്, ചോപ്പറാണ് അവിടെ ഉള്ളത്. ചിപ്സൺ എന്നത് കേരളത്തിലെ വളരെ കുറച്ച് ഈ ഹെലികോപ്റ്റർ സർവീസൊക്കെ നടന്ന വളരെ കുറച്ച് കമ്പനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ചിപ്സൺ. സർക്കാരുമായി ബന്ധപ്പെട്ട പല സർവീസുകളുമൊക്കെ നടത്താറ് ചിപ്സനാണ്. ചിപ്സൻ്റെ ഒരു ചോപ്പറാണ് ഇപ്പോൾ, ചെറിയ ചോപ്പറാണ്, അതാണ് അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു.